നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയകാവ് ആടുചന്തയിലെ വീഡിയോ ആണ്. ഇന്ന് ശനിയാഴ്ച രാവിലെ 5 മണിക്ക് തന്നെ ആടുചന്ത തുടങ്ങിയിരിക്കുകയാണ്. എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ 5 മണി മുതലാണ് ചന്ത. തിരുവനന്തപുരം ജില്ലയാണ്. അങ്ങനെ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ ചന്തയിൽ വന്നിരിക്കുന്നത്. നൈറ്റ് നല്ല മഴയായിരുന്നു. ആടുകുട്ടികളൊക്കെ നനഞ്ഞെന്ന് തോന്നുന്നു. നല്ല മുട്ടൻകുട്ടികളാണ് നിൽക്കുന്നത്. നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള നല്ല ഉഷാറ് 2 കുട്ടികൾ നിൽപ്പുണ്ട്. അവർ വാങ്ങിയതാണെന്ന് തോന്നുന്നു. നല്ല കറവയുള്ള ആടൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ചന്തയിൽ ഇന്ന്. ചെറിയ വളർത്തുകുട്ടികളാണ് നിൽക്കുന്നത്. ജോഡി 10 രൂപ 8 രൂപ ചോദിക്കുന്ന കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. അവരുടെ ചോദ്യമാണ് 8 രൂപ 10 രൂപ. നമ്മൾ ഓരോ കുട്ടി വില ഇങ്ങനെ ഇഷ്ടമുള്ള ചോദിക്കുമ്പോൾ അവർ അതിൻ്റെ വില പറയും. വലിയ മുട്ടനാടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല വളർത്തു കുട്ടികളാണ് നിൽക്കുന്നത്. നല്ല ഇനം കുട്ടികളാണ്. നല്ല ചെവിയറക്കുള്ള മലബാറി സിരോഹിര ഒരു ചെറിയൊരു ക്രോസ് ഉണ്ടെന്ന് തോന്നുന്നു ഈ കുട്ടിയെ കണ്ടാറൊക്കെ. അവർ വാങ്ങിയതാണ്. നമ്മളിത്തിരി ലേറ്റായി പോയി. ഇപ്പോൾ ഏകദേശം ഒരു 5:40 ആയതേ ഉള്ളൂ ടൈം. 2 ചെറിയ കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട്. 6 രൂപ ചോദിക്കുന്നുണ്ട്. 6 രൂപ വളർത്താൻ പറ്റിയ കുട്ടി തന്നെ. തീറ്റയും കൂടിയൊക്കെ തുടങ്ങി കാണുമെന്ന് തോന്നുന്നു. തള്ളയെ വേറെ കൊടുത്ത് കാണും. അതിന് വേറൊരു കച്ചവടക്കാരൻ മേടിച്ച് ഇവിടെ നിൽക്കുന്ന പുള്ളി വാങ്ങി. അതിൻ്റെ 2 കുട്ടികളെ അവർ വാങ്ങി. അതവർ ചെവിയിലാണ് വില പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റിയില്ല. ഒരു കച്ചവടക്കാർ തമ്മിലായതുകൊണ്ട് വില പറഞ്ഞ് അവർ തന്നെ എടുത്ത്. ഇവിടെ നല്ല കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. നല്ല സൈസ് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് ചന്തയിൽ. തള്ളയും കുട്ടികളും എന്താ ഇവിടെ നിൽപ്പുണ്ട്. 25-30 ഒക്കെയാണ് ചോദിക്കുന്നത്. സൈസ് ആടുകൾ തന്നെയാണ്. അവിടെ 2 മുട്ടനാടുകൾ ഇവിടെ നിൽപ്പുണ്ട്. ഇത് കച്ചവടം കഴിഞ്ഞതാണെന്ന് തോന്നുന്നു. തമിഴ്നാട്ടിൽ നിന്നും ആട് വരുന്നുണ്ടെന്നാണ് അറിവ് ഈ ചന്തയിൽ. പഴയ സുഹൃത്തുക്കളെയൊന്നും കണ്ടില്ല. അവരെ കണ്ടെങ്കിൽ നമുക്ക് വിലയൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമായിരുന്നു. നല്ല നല്ല ആടുകൾ, കറവയുള്ള ആടാണെന്ന് തോന്നുന്നു ഈ ഭാഗത്ത് കെട്ടിയിരിക്കുന്നത്. ആട് ഒരുപാട് വന്നിട്ടുണ്ട്. കച്ചവടം ഏകദേശം അവസാന ഘട്ടത്തിലായിട്ടുണ്ട്. ഇപ്പോൾ നേരം വെളുക്കാൻ ഒരു 6:30 6:45 മണിയാവണം ശരിക്കും നേരം വെളുക്കണമെങ്കിൽ. എല്ലാ ആടുകൾ ഇവിടെ ഈ ഭാഗത്ത് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു സബ്സ്ക്രൈബർ നമ്മുടെ കൂടെ ഉണ്ട്. സബ്സ്ക്രൈബർ ആടിനെ നോക്കി അങ്ങോട്ട് പോയിരിക്കുകയാണ്. നോക്കാം. അവർക്കൊരു 1 വയസ്സിനടുത്തുള്ള പ്രായം വരുന്നൊരു മുട്ടനെയാണ് വേണ്ടതെന്ന് പറഞ്ഞ്. നല്ല വളർത്തുകുട്ടികളാണ് നിൽക്കുന്നത്. കറവയുള്ളതും ഇടക്കറവയായത് ആടുകളാണ് നിൽക്കുന്നത്. കറ പറ്റിയതുകൊണ്ട് ഒരു മുതുക്കൊരു വെളുത്തൊരു താമസിച്ച് പോയി. ഒരു സൈസ് ഒരു മുട്ടനാട് തന്നെ പുള്ളിയെടുത്ത് വണ്ടി കയറ്റിയിട്ട് അത് കയറുന്നുമില്ല. അമ്മാതിരി വെയിറ്റുള്ള ഒരു വലിയ മുട്ടനാടായിരുന്നു. അതിൻ്റെ കൂടെ ഒരെണ്ണം മേടിച്ചാണ് ഇതായി നിൽക്കുന്നത്. ഇത്തിരി നമ്മൾ ലേറ്റായി പോയി. അല്ലെങ്കിൽ അതിൻ്റെ ഫുള്ള് വീഡിയോ നമുക്ക് കിട്ടിയനായിരുന്നു. ഇവിടെയും കുറച്ച് ആടുകളെ കെട്ടിയിരിക്കുകയാണ്. അതിനകത്ത് ആട് ഇനിയുണ്ട് കച്ചവടത്തിനായിട്ട്. എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് ഇവിടുത്തെ ചന്ത. രാവിലെ 5 മണി മുതൽ. തിരുവനന്തപുരം ജില്ല കിളിമാനൂർ പുതിയകാവാണ്. പുതിയകാവ് ജംഗ്ഷനിൽ തന്നെയാണ് ചന്ത ഉള്ളത്. ഇവിടെ പല റേറ്റിനുള്ള മുട്ടനാടുകൾ ഇപ്പോൾ ഉണ്ട്. 23, 25 ചോദിക്കുന്ന മുട്ടനാടുകൾ നിൽപ്പുണ്ട്. 30, 35 പറയുന്ന മുട്ടനാടുകൾ നിൽപ്പുണ്ട്. ജോഡി 55, 60 പറയുന്ന മുട്ടനാടുകൾ എന്താ ഇവരെ കയ്യിൽ നിൽപ്പുണ്ട്. ചോദ്യമാണ്. നമുക്ക് മുതലാകുന്ന വില പറയാം. ഒരു കറുത്ത മുട്ടനാട് വരുന്നതിൻ്റെ കൊമ്പ് കാണാൻ നല്ല രസമുണ്ട്. കൊമ്പ് മാൻ്റെ കൊമ്പ് കണക്ക് തന്നെ നിൽക്കുകയാണ്. 2 55 രൂപ ചോദിക്കുന്ന മുട്ടനാടുകൾ നമ്മുടെ ഉണ്ട്. ഇത് കച്ചവടം കഴിഞ്ഞ മുട്ടനാടാണെന്ന് തോന്നുന്നു.
ഇവിടെയും വലിയ മുട്ടനാടുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. ആട്ടുപശയ്ക്ക് 1000 രൂപ റേറ്റായപ്പോഴേ ആട്ടിൻകുട്ടികളും വലിയ ആടുകൾക്കെല്ലാം വില നന്നേ വ്യത്യാസം വന്ന്. പഴയ വിലയ്ക്കൊന്നും പഴയ വീഡിയോ കണ്ടിട്ട് ആരും വരണ്ട. ചന്തയിൽ നല്ലൊരു സൈസ് വളർത്താനും ഇറക്കി ആവശ്യത്തിനും പറ്റിയ ഒരു പോത്ത് ദാ ഇവിടെ നിൽപ്പുണ്ട്. ഒരു ഗീർ ക്രോസാണ്. ഒരു കറവ പശു ദാ ഇവിടെ നിൽപ്പുണ്ട്. എൻ്റെ ഉടയനെയൊന്നും കാണാനില്ല, അല്ലെങ്കിൽ ചോദിക്കാൻ വരുന്നു അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ. ഒരു 3 മാസം കൂടെ നിർത്തുകയാണെങ്കിൽ പെരുന്നാളിന് ഒരു പിടിക്കായി കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, പഴയ 6-7 മാസത്തിന് മുമ്പുള്ള വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്ന് 2000-3000-ത്തിനൊന്നും കുട്ടി കിട്ടാൻ വലിയ പാടാണ്. ആടിന് വില കൂടുതൽ ആണ് ഇപ്പോൾ പൊതുവേ. കാരണം കേരളത്തിലെ ആട് കുറഞ്ഞ് ഇപ്പോൾ വരവ് ആടാണ്. പാലക്കാട് നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ആട് വരുന്നതെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും, നമ്മൾ പണ്ടൊക്കെ 500 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് ഞാൻ ഈ പ്രാവശ്യം 4000 രൂപ എടുത്ത് മേടിക്കേണ്ടി വന്നത്. അതിൻ്റേതായ വില വ്യത്യാസങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു കുട്ടി ഒരു 3000 രൂപയ്ക്ക് മുകളിൽ എന്തായാലും വിലയാവും. പിന്നെ ചില ദിവസം ലോട്ടറി അടിച്ച കണക്ക് 2000, 1500, 2000 രൂപയ്ക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ ഒരുപാട് ചന്ത ഇങ്ങനെ കയറി ഇറങ്ങി വരുന്ന സമയത്ത് ലെക്കിന് കിട്ടിയാൽ കിട്ടി, ആ ഒരു രീതിയാണ്. ശരാശരി 3000 രൂപയ്ക്ക് മുകളിലോട്ടാണ് ഇപ്പോൾ ഒരു കുട്ടിയുടെ വില വരുന്നത്. 3000 രൂപ താഴെ അപൂർവമായിട്ടേ കിട്ടത്തുള്ളൂ. ഒരു കറവയാട് നിൽക്കുന്നുണ്ട് ഇവിടെ, 8 രൂപ ചോദിക്കുന്നുണ്ട്, കുട്ടിയില്ല. ശരിക്കും ആട് വന്ന് ഒരുപൂരപ്പെട്ട ആടുകളെല്ലാം കച്ചവടമായി വണ്ടികളിലെല്ലാം കയറി ഒരു ലോഡ് ഫില്ലാക്കി നിർത്തിയിരിക്കുകയാണ്. നല്ലൊരു കുട്ടിയാണ് ഇരിക്കുന്നത്, വളർത്താൻ പറ്റിയൊരു കുട്ടി തന്നെയാണ്. ഒരു മുട്ടനാട് ഇവിടെ നിൽപ്പുണ്ട്. അതിൻ്റെ കൊമ്പ് പള്ളക്ക് കയറുന്ന ആ രീതിക്കുള്ളൊരു കൊമ്പാണ്. ഇത് കച്ചവടം കഴിഞ്ഞ ആടുകളാണ്, എല്ലാം വണ്ടി കയറ്റുകയാണ്. ഒരു 3:30-4 മണിക്ക് ഇവിടെ എത്തിയാലും നമുക്ക് കറക്റ്റ് വീഡിയോ തുടക്കത്തിലേ കിട്ടത്തുള്ളൂ. 4 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയാൽ ഒരു 4:30, 4:45 ആകുമ്പോൾ ഈ ചന്തയിലെത്തും. ഒരു 24-25 കിലോമീറ്റർ ഉണ്ട് വീടും ഈ ചന്തയായിട്ടുള്ള ദൂരം. നല്ല 2 വളർത്തു കുട്ടികൾ ഇതാ ഇവിടെ. അതുകൊണ്ട് കണ്ടല്ല, പുള്ളിയിൽ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ നമ്മൾ വീഡിയോ തുടക്കം കണ്ട 2 കുട്ടികൾ കച്ചവടമായിട്ടില്ല, പുള്ളിയിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. 8 രൂപ 10 രൂപയൊക്കെ തന്നെയാണ് ജോഡി ചോദിക്കുന്നത്. ഒറ്റ വേണമെങ്കിൽ ഒറ്റ അവർ തരും. എപ്പോഴും ജോഡിയായിട്ട് മേടിക്കുന്നത് തന്നെയാണ് നല്ലത്. 2 മുട്ടൻ കുട്ടിയെങ്കിൽ അങ്ങനെ മേടിക്കുന്നതാണ് നല്ലത്. ഒരു പെണ്ണാണെങ്കിൽ അങ്ങനെ മേടിക്കാം. എന്നാൽ ഒറ്റ കൊണ്ടുവന്ന കൊച്ചു കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഭയങ്കര വിളിയായിരിക്കും. നമ്മൾ മേടിക്കുമ്പോൾ 2 എണ്ണം മേടിക്കാൻ നോക്കുക, ചെറിയ കുട്ടികളൊക്കെ മേടിക്കുമ്പോൾ. ആറ് 10 ഇതുവരെ നേരം വെളുത്തിട്ടില്ല. ഇപ്പം രാത്രി കൂടുതലാണെന്ന് തോന്നുന്നു, അതാണ് കാര്യം. ഇവിടെ കറവയാടാണ് കൊണ്ടുപോകുന്നത്. നല്ല പാലുള്ള ആടെന്നാണ് പറഞ്ഞത്. എൻ്റെ കുട്ടിയുണ്ട്. ഇതൊരമ്മമ്മ ഒരാടിന് വേണ്ടി വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 ഇവിടെയും കുറച്ച് കുട്ടികൾ ഇനി അവിടെ നിൽപ്പുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കാട്ടുപശ്ശേരി ചന്തയിൽ പോകാൻ. ഇവിടുന്ന് ഇവിടെയും കുറച്ച് ആടുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. എല്ലാം വളർത്തുകുട്ടികളും കറവയാടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്.
വലിയ മുട്ടനാടുകളൊക്കെ ഒരുവിധം കച്ചവടമായി പോയി. ഇനി കുറച്ച് ആടുകൾ കൂടിയുള്ളു. ഏകദേശം 6:30 ആകുമ്പോൾ ചന്ത കഴിയുമെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ഒരു കച്ചവടത്തിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ വന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂറായപ്പോൾ തന്നെ ചന്തയിൽ കാലിയായി ആടുകൾ. ഇവിടെ 2 മുട്ടനാടുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. ഇത് കച്ചവടം അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ആടുകൾ കൂടി മാത്രമേ ഉള്ളൂ ഇവിടെ കച്ചവടത്തിന് ഈ ഭാഗത്ത്. ഒരു 6:30 അതവിടെ ഒരു നല്ലൊരു സിരോഹിയുടെ ഒരു മുട്ടനാട് നിൽപ്പുണ്ട്. 35 ചോദിക്കുന്നുണ്ട്. വളർത്താനും ഇറച്ചി ആവശ്യത്തിനും പറ്റിയ മുട്ടനാട് തന്നെയാണ്. ഇവിടെ കുറച്ച് മൂരിക്കുട്ടി പൈക്കുട്ടികളെല്ലാം നിൽപ്പുണ്ട്. വളർത്താൻ പറ്റിയത് കുട്ടികളാണ് ഈ നിൽക്കുന്നതെല്ലാം. ഈ ഭാഗത്ത് ഒരു കറവയാടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. കറവ പറ്റിയ ആടല്ല, എന്തായാലും അകടിൽ കുറച്ച് പാല് നിൽപ്പുണ്ട്. ഒരു കച്ചവടത്തിനായിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് കറക്കാതെ കൊണ്ടുവരുന്നതാവാം. ഇവിടെ 2 മുട്ടനാട് നിൽപ്പുണ്ട്. മുട്ടനാട് ഇത് ഇവിടെ ഒരു തള്ളയും 2 കുട്ടികളും നിൽപ്പുണ്ട്. തള്ളയും 2 കുട്ടികളും ഒരു മാസത്തിനടുത്ത് പ്രായം വരത്തേ ഉള്ളൂ പ്രസവിച്ചിട്ട്. കുട്ടികളുടെ പ്രായം നല്ല കറവയുള്ള ആടാണ്. അവിടെയും കുറച്ച് ആട്ടും കുട്ടികളും നിൽപ്പുണ്ട്. ഇനിയും കുറച്ച് കുട്ടികൾ കൂടി വിൽക്കാനുണ്ട്. ജോഡി 8 രൂപ 10 രൂപ പറയുന്ന കുട്ടികളാണ്. ഈ വണ്ടിയിൽ നല്ല വളർത്ത കുട്ടികൾ വലിയ ആടുകൾ നിൽപ്പുണ്ട്. ആ ഭാഗത്ത് ഒരു നല്ലൊരു 5-6 കുട്ടികളെ വാങ്ങി കെട്ടിയിട്ടുണ്ട്. 6:30 മണിയാവാൻ പോകുന്നു. 6:25 ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. നല്ല അടിപൊളി കുട്ടികളാണ് ഇതായി നിൽക്കുന്നത്. നല്ല ചെവിയറൊക്കെ ഇടനീളമൊക്കെ ഉള്ള നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് ഈ നിൽക്കുന്നതെല്ലാം. ആര് വാങ്ങിയെന്നറിയാൻ വയ്യ. അതിൻ്റെ തള്ളതായി ഇവിടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ഇതതിൻ്റെ തള്ളയാണെന്ന് തോന്നുന്നു. നമ്മൾ ഫസ്റ്റ് കണ്ട കുട്ടിയുടെ തള്ളയാണെന്ന് തോന്നുന്നു. തള്ളയ്ക്കും കുട്ടിക്കും അവർ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കച്ചവടം നടക്കുമെന്ന് നോക്കാം. എത്ര കച്ചവടം നടക്കുമെന്ന് നമുക്ക് നോക്കാം. 2 മുട്ടനാടും ഇവിടെ നിൽപ്പുണ്ട്. എല്ലാം ഇനി അവസാന ഘട്ടമായി ചന്തയിൽ കച്ചവടം ആകുമെന്ന് തോന്നുന്നില്ല. അവർ സംസാരം നടക്കുന്നതേ ഉള്ളൂ. നോക്കാം കച്ചവടം ആവോ ഇല്ലെന്ന്. കിളിമാനൂർ മാർക്കറ്റിൽ 2 കിലോ 100. 2 കിലോ ചെറുനാരങ്ങ ടാപ്പ് ഐറ്റം 100 രൂപ. 100 രൂപ. 100 രൂപയാണ്. 2 കിലോ 100. കിളിമാനൂർ മാർക്കറ്റിൽ 2 കിലോ ടാപ്പ് നാരങ്ങ 100 രൂപ. 100 രൂപ. പോയാ. അങ്ങനെ നാരങ്ങ കച്ചവടവും കണ്ട് നമ്മൾ ഈ ആഴ്ചത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോയുമായി കാണും വരേക്കും ഓക്കെ, ബായ്.